ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. എല്ലാവരും ചേച്ചീനെ എനിക്ക് ശ്രദ്ധിക്കാതെ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. സന്തോഷം. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്തോ അങ്ങനെയാണോ? അല്ല, ഈ ഉടുപ്പ് പുതിയതാണ്, ഡെഫിനറ്റ്ലി പുതിയതാണ്. അല്ലാതെ എല്ലാം നോർമൽ. ഞാൻ തന്നെ. അതെ, പക്ഷെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു ഡിയർ. സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. താങ്ക് യു. അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങള് അതെ, ഇലക്ഷനാണ്. പുതിയൊരു കമ്മിറ്റി വരാൻ പോവാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അമ്മയുടെ അംഗങ്ങൾക്ക് വേണ്ടി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പുതിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ലുക്കിംഗ് ഫോർവേഡ്. അതെ, ഇപ്രാവശ്യം നമ്മുടെ ഇടവേള ചേട്ടൻ വിരമിച്ചിരിക്കണം. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അമ്മയുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം, അമ്മയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സ്പേസ് തന്നെയായിരിക്കും. ബിക്കോസ് ബാബുവേട്ടനാണ് ഒരു ലാസ്റ്റ് ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് വരാറുള്ളത്. സോ അതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ബട്ട് സ്റ്റിൽ ഇഫ് ഹി വാണ്ട്സ് ടു ടേക്ക് എ ലീവ്, ലെറ്റ് ഹിം. ബാബു ചേട്ടാ, അതെ, ഈ രജനി ചേച്ചിയുടെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ പറയായിരുന്നു ഇത് നമുക്ക് ഇത് തന്നെ പിടിക്കാം. ഒരു കുറച്ചും കൂടി ഇവിടെയൊക്കെ ഇത്തിരിയുടെ ലൈനൊക്കെ ഇട്ട് ഇത് വേറെ സ്റ്റൈലിലാക്കിയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ മീറ്റിംഗിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് രജനി ചേച്ചിനെയാണ്. മുട്ടയടിച്ചിട്ട് മനോഹരമായുള്ള ഫേസ് ഉള്ള ഒരേ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുള്ള രചന മാത്രം. അടിപൊളിയായിട്ടുണ്ടല്ലേ? ഞാൻ മടിച്ചിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു രചന അടിപൊളിയാണുണ്ട്, ഇത് നമുക്ക് പിടിക്കാമെന്ന്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ അമ്മയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും വെറൈറ്റി ലുക്കിലാണ് വരിക. നമുക്കറിയാം ആക്ടേഴ്സ് എല്ലാവരും അവർ പുതിയ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഈ രചന ചേച്ചിയുണ്ട്, അതുപോലെ ഇനി ഓരോ ആക്ടേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അവരുടെയൊക്കെ കോസ്റ്റ്യൂം, അവരുടെ സ്റ്റൈല്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, India's #1 language academy, Neetu's Academy.